പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു. ആശംസകൾ അറിയിച്ച എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതോടൊപ്പം ഒരു ഫിഷ് മൊയിലിയുടെ വീഡിയോ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചൊരു വീഡിയോ ആണ്. നേരത്തെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്. ഒരു ഒരു 15 പാക്സിൻ്റെ ഫിഷ് മൊയിലി ഓർഡർ വന്നപ്പം അത് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഇടിയപ്പത്തിലൂടെയും പത്തിരിയുടെയും കഴിക്കാനായിട്ട് ഫിഷ് മൊയിലി നല്ല ഉഗ്രനൊരു കോമ്പിനേഷനാണ്. നല്ല നെയ്മീൻ മൊയിലി കേട്ടോ. കണ്ടോ കൂട്ടുകാരെ, നല്ല നെയ്മീൻ്റെ മൊയിലി ഉണ്ടാക്കാൻ പോകട്ടോ. നെയ്മീൻ്റെ പുറത്തെ ആ കരിന്തൊലിയൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കണ മീനാണേ. അപ്പോൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു മാരിനേഷൻ, പാകത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മീനെ ഒന്ന് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് കുത്തിയാലേ പൊട്ടിപ്പോവും. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതുപോലെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മിസംബ്ലേസ് സെറ്റ് ചെയ്യാം. ഒരു 3-4 സവോള ഇതുപോലെ ഇച്ചിരി കനത്തിൽ അങ്ങ് അരിയുക. അതിനുശേഷം നമ്മൾ ഈ ഫിഷ് മോളിക്ക് എരിവ് അധികമില്ല കേട്ടോ. അതായത് പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സവോള അരിഞ്ഞു, ഒരു 4 എരിവുള്ള പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇടുക, ഒരു കുഞ്ഞുകഷ്ണം ഇഞ്ചി, ഇത് ക്യാപ്സിക്കാണേ. ക്യാപ്സിക്കം റൗണ്ടിൽ അരിഞ്ഞു വെക്കും. നമുക്ക് ഫിഷ് മോയിലിക്ക് അകത്ത് ചേർക്കാനല്ല, ടോപ്പ് ഗാർണിഷായിട്ട് ചേർക്കാനാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. തക്കാളിയും ഇതുപോലെ നല്ല കനത്തിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അത് ലാസ്റ്റ് ഗ്രില്ല് ചെയ്ത് ചേർക്കും. ഇത് ഒരു 15 ഗ്രാം അണ്ടിപ്പരിപ്പ്, 15 ഗ്രാം മുന്തിരി. നമ്മുടെ ഫിഷ് മോയിലി ഇത്ര റിച്ച് ആട്ടോ, ഇച്ചിരി VIP സെറ്റപ്പ് ആട്ടോ. അപ്പോൾ അതിന് ചെയ്ത് കൊടുത്തപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാട്ടോ, 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. അപ്പം മിസംബ്ലേസ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലോ. ആദ്യം നമുക്ക് ഫിഷ് നമ്മൾ മാരിനേറ്റ് വെക്കണം. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കരിച്ച് കൊള്ളി പോലെ ആക്കി കളയരുത്. ജസ്റ്റ് ഇടുക, 2 മിനിറ്റിന് ശേഷം കോരി മാറ്റുക. ഒരു ഷാലോ ഫ്രൈ പോലെ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കാരണം ഫിഷിനുള്ളിലുള്ള ജലാംശം മുഴുവൻ ഇറങ്ങിപ്പോരുത്. അതായത് ഫ്രൈ ആകുമ്പോഴത്തേനും ജലാംശം മുഴുവൻ പോയി ഇപ്പം നമ്മൾ ഗ്രേവിയിലിടുമ്പം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മുടെ ഫിഷ് മോയിലിക്ക്. അപ്പം ഈ ഒരു പാരുവത്തിന് പൊരിച്ചു കോരുക കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു ഒന്ന് ജസ്റ്റ് ഇട്ടുക. ഈ ഒരു കണ്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിയാൽ മതി. അതിനുശേഷം ഉരുളി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ 1 സ്പൂണ് ഉലുവായിട്ടു. ഇതുങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ കുരുമുളക്. ഉലുവായിരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, പോസായിപ്പോട്ടെ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതുങ്ങളൊക്കെ ഇന്ന് ഇളക്കി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ടു. ഒരു വിഷയമില്ല. ഈ ഒരു രീതിക്ക് സവോള വാടിയാൽ മതി. നമ്മൾ സ്റ്റൂ ഒക്കെ അടിക്കണ മാതിരി. ഇത്രയും വാടിക്കഴിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ്, നമ്മൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ്, ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ആ ഫിഷിൽ ചേർത്തിട്ടുണ്ടല്ലോ. ഇത് 20 ഗ്രാം കാഷ്നട്ട് അരച്ചത് നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലേ. ഒരു 20 ഗ്രാം കാഷ്നട്ട് കൂടെ അരച്ച് ചേർക്കണം കേട്ടോ. ആ കാഷ്നട്ട് പേസ്റ്റോട് ചേർത്തിട്ട് നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തേങ്ങയുടെ 2-ാം പാല് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ, ഗ്രേവിയുടെ നീട്ടം. അപ്പോൾ അത് തിളച്ച് ഒന്ന് വന്ന മുറകെ നമ്മൾ ആ ഫ്രൈ വെച്ചേക്കണേ നെയ്മീൻ കുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഇളക്കുക. നെയ്മീൻ ആയതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് പൊടിയും. ഒന്നാമത് ഈ ഫിഷ് മോയിലി ഉണ്ടാക്കുമ്പോഴത്തേനും പൊടിയാണ്ടിരിക്കാനുള്ള ബൾക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലും ഫിഷ് ഫ്രൈ ചെയ്യണത്. സാധാരണ ഞാൻ സാധാരണ ചെറിയ 2 പോർഷൻ 3 പോർഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്യാണ്ടാണ്. അതാണ് ഏറ്റവും ടേസ്റ്റും നല്ലതും. ചില ആൾക്കാർക്ക് ഫ്രൈ ചെയ്തിട്ടാണല്ലോ താല്പര്യം കഴിക്കാനായിട്ട്. അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു ചെറിയ തിളന്നു. അതിന് ശേഷം നമ്മൾ ലൈറ്റ് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ നീര്, ചെറിയ പീസ്, ഒരു ലൈം വെഡ്ജിൻ്റെ നീര് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. അതിന് ശേഷം 1-ാം പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഫിഷ് മോയിലി. സിമ്പിളാണ്. ശരിക്കും ഫിഷ് മൊയിലി എന്നാണ് കേട്ടോ. ഫിഷ് മൊയിലി പറഞ്ഞ് നമ്മൾ ഫിഷ് മോളി എന്നാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിളച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് നല്ല കുറുകി നല്ല സെറ്റായിരിക്കണം. കാഷ്നട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ടൊമാറ്റോയും ചൂടായി കിടക്കുന്ന തവയിൽ തിരിച്ച് മറിച്ചു വിട്ടു ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യുക.
അതിൻ്റെ മുകളിലേക്ക് ടോപ്പ് ഗാർണിഷ് ആയിട്ട് ചെയ്തുക. നമ്മൾ ഹോട്ടലിലാണെങ്കിൽ പോർഷൻ ബോളിൽ മീനും ഗ്രേവി ഇട്ട് അതിന് മുകളിൽ നമ്മൾ ടൊമാറ്റോയും ക്യാപ്സിക്കവും ഒന്ന് ഗ്രില്ല് ചെയ്ത് ഇട്ട് കൊടുക്കും. പിന്നെ കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണയും കേട്ടോ. അത്രയേ ഉള്ളൂ ഫിഷ് മോളി. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി കൂട്ടുകാർ ചോദിച്ചായിരുന്നു കേട്ടോ ഫിഷ് മോളി ചെയ്യും. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഫിഷ് മോളി ഓർഡർ വന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് കാണിച്ചത് കേട്ടോ. എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക്